ഇന്നലെ വൈകുന്നേരം മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടി പള്ളിപ്പടി ഭാഗത്ത് നടത്തിയിട്ടുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനം നടത്തിയിട്ടുള്ള പരിശോധനയിൽ മാഹിൻ സി ജമാൽ, അതുകൂടാതെ ഒരു സിദ്ദിഖ് മുഹമ്മദ് എന്നിങ്ങനെ രണ്ടുപേരിൽ നിന്ന് ഒരു 2.5 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. 4 ഗ്രാമോളം കഞ്ചാവും MDMA ഉപയോഗിക്കുന്ന പൈപ്പുകളും മറ്റ് പാക്കിംഗ് പേപ്പറുകളും ഇന്നലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രതികൾ വളരെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ച് ഈ മൂവാറ്റുപുഴ പല ഭാഗങ്ങളിലായിട്ടും മുളവൂരിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും വിൽക്കുന്ന പ്രധാന പ്രതികളാണ്. ഇവർക്ക് MDMA കൊടുത്തിട്ടുള്ള ബാംഗ്ലൂർ സ്വദേശിയെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള കൈമാറ്റങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് വരികയാണ്. ഇതിൽ ഈ കേസിലെ 2ാം പ്രതി സിദ്ദിഖ് മുഹമ്മദിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഗോവിന്ദ് എന്ന ആളാണ് ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ചു കൊടുക്കുന്നത്. ഇവർക്ക് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഒരു മുൻപ് കേസിൽ പ്രതിയായിട്ടുള്ള അജ്മലുദ്ദീനാണ് എന്നും നമുക്ക് വെളിവായിട്ടുള്ളതാണ്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുകയും കേസിൻ്റെ തുടരന്വേഷണത്തിൽ കൂടുതൽ പ്രതികളെ കേസിലേക്ക് പ്രതി ചേർക്കുന്നതുമാണ്. കേസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ഇന്നലെ കേസ് കണ്ടെടുത്തത്. അവിടെ പള്ളിപ്പടി അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കേസിലെ 1ാം പ്രതി റൂം വാടകയ്ക്കെടുത്ത് താമസിക്കുകയും അവിടെ വെയിങ് മെഷീനും ഡിജിറ്റലായിട്ടുള്ള ചെറിയ ഗ്രാം തൂക്കുന്ന ഡിജിറ്റൽ വെയിങ് മെഷീനും മറ്റ് പാക്കിംഗ് കവറുകളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വിൽപ്പനയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 1ാം പ്രതി നടത്തി വന്നിരുന്നത്. 1ാം പ്രതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന 1ാം പ്രതിയായിട്ടുള്ള മാഹിൻ സി ജമാൽ എന്ന് പറഞ്ഞ ആൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന പ്രധാന വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ കേസിൽ 2ാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ള സിദ്ദിഖ് മുഹമ്മദ്. ഇവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. സമാനമായ കേസുകൾ ഈ കേസിൽ 1ാം പ്രതിക്ക് നേരത്തെ ചെറിയൊരു NDPS കേസ് ഉണ്ടായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്.